ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വിബീഷ വ്ളോഗ്സ്. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അച്ചാറാണ് കേട്ടോ. മീനച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചൂര ഉപയോഗിച്ചിട്ടാണ് ഞാനൊരു മീനച്ചാർ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ചൂരെല്ലാം നല്ല ക്ലീൻ ആക്കി എടുത്തിട്ട് കുനുകുനാന്ന് കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇത് വറക്കാൻ ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കും. മുളക് പൊടി എനിക്ക് കാശ്മീരി ഇവിടെ കിട്ടിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ കൂടുതലും മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി ആണെങ്കിൽ കാശ്മീരിയും ഇതും കൂടി രണ്ടും കൂടി മിക്സ് ചെയ്ത് ചേർത്താൽ മതി. അപ്പോൾ കളറും കിട്ടും, എരിവും ഉണ്ടാവും. ഞാനിപ്പോൾ കൂടുതലായിട്ട് ചേർക്കുന്നത് സാധാ മുളക് പൊടിയാണ്. അതിനുശേഷം മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് എന്നിവ ചേർത്തിട്ടാട്ടോ ഞാൻ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കുന്നത്. ഒരു മണിക്കൂറോളം മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നന്നായിട്ട് മസാല പിടിക്കും കേട്ടോ. അതിനുശേഷം നമുക്ക് വറക്കുവാണെങ്കിൽ ഉപ്പും പുളിയെല്ലാം പിടിച്ച് നല്ലൊരു പരുവത്തിന് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് പുരട്ടി എടുത്ത് വയ്ക്കാം. അതിനുശേഷം നമ്മളൊരു പാത്രം വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഈ മീനെല്ലാം വറുത്തെടുക്കാം കേട്ടോ. നമ്മൾ 1 മണിക്കൂറോളം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടാട്ടോ നമ്മളിത് വറക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഉപ്പും പുളിയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. നന്നായിട്ടൊന്ന് മൊരിയുന്ന രീതിയിൽ വറുത്തെടുക്കുക. അതിനുശേഷം ഈ ചട്ടിയിൽ തന്നെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഉലുവയും താളിച്ചിട്ട് അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എന്നിവ ചേർത്ത് വേപ്പിലയും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി എന്നിവയായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം വറുത്ത് വെച്ചിട്ടുള്ള ഈ മീൻ കഷ്ണങ്ങൾ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ഇതിലേക്ക് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. എരിവിന് വേണ്ടിയിട്ടാണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നത്. മീനിൻ്റെ ഒരു ടേസ്റ്റ് മണമൊക്കെ ഒന്ന് മാറുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നമ്മളിതിൽ പുളി കിട്ടുന്നതിന് വേണ്ടിയിട്ട് വിനാഗിരി ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് എത്ര ദിവസം ഇരിക്കുന്നതിനനുസരിച്ച് വിനാഗിരി കൂടുതൽ അളവ് ചേർക്കാവുന്നതാണ്. അതിനുശേഷം കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട്. കാശ്മീരി അല്ലാത്തതുകൊണ്ട് കളർ കിട്ടുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ്. പിന്നീട് ഒത്തിരി ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മൾ ഓൾറെഡി ഉപ്പ് മീൻ വറക്കുന്നതിൽ ഇട്ടിട്ടുണ്ട്, അല്ലാതെ നമ്മൾ മസാലയിലൊന്നും നമ്മൾ ഉപ്പിട്ടിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഉപ്പ് നോക്കിയിട്ട് കുറച്ച് കുറവെന്ന് തോന്നിയതിനാൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളും നോക്കിയിട്ട് അങ്ങനെ ചെയ്താൽ മതി. ചൊറുക്ക് ഒഴിക്കുമ്പോൾ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർക്കുകയാണെങ്കിലാണ് അതിൻ്റെ ഫ്ലേവർ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള മീനച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എത്ര നാളും വേണമെങ്കിലും നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കാവുന്നതാണ്. വിനാഗിരി കൂടുതൽ ഒഴിക്കുകയാണെങ്കിൽ അത്രയും നാൾ നിൽക്കും കേട്ടോ. അപ്പോൾ എൻ്റെ മീനച്ചാർ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. പുതിയ വീഡിയോകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്